മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനോടുള്ള പ്രതികരണം എന്താണ്? വളരെ നാടകീയമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എന്തിനാണ്? സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിഷ്വൽസ് നിങ്ങളെ ചാനലുകളുടെ എല്ലാം കയ്യിലുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അക്രമം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഉത്തരവാദികളായ ആളുകളുടെ പേര് കേസെടുത്തിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുലർച്ചെ വീട്ടിൽ പോയി, അദ്ദേഹത്തിന്റെ അടൂരിലുള്ള വീട്ടിൽ പോയി നാടകീയമായ എന്തിനാണ്? എല്ലാ ദിവസവും തിരുവനന്തപുരത്തുള്ള ആളാണ്. അദ്ദേഹത്തോട് അദ്ദേഹം പിടികിട്ടാപ്പുള്ളിയൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ടെന്നിരിക്കട്ടെ, പോലീസ് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരാകുമല്ലോ. ഇത് വലിയ ഒരു നാടകീയമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് കൊലക്കേസിലെ പ്രതികളെ അടൂരിൽ നിന്ന് കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരിക. ഇത് രാഷ്ട്രീയ പ്രതികാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച പോലീസുകാർക്കെല്ലാം എന്താണ് ഗുഡ് സർവീസ് എങ്കിൽ ഇവരെ ക്രൂരമായി പൂച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ ഹെൽമറ്റ് കൊണ്ടും അടിച്ച ആള് ഡിവൈഎഫ്ഐക്കാരുടെ പേരിലൊന്നും കേസില്ല. ഈ നവകേരള യാത്ര നടന്നതിന്റെ ഫലമായിട്ട് പോലീസ് 296 കേസുകളാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർക്കായിട്ട് എടുത്തിട്ടുള്ളത്. ബിജെപിക്കാരുടെ പേരിൽ 18 കേസ്, ഡിവൈഎഫ്ഐക്കാരുടെ പേരിൽ 12 കേസ്. ആലോചിച്ച് നോക്കണം. ഈ പോലീസിനെ ഉപയോഗിച്ച് യുവജന വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്തി പ്രതിഷേധം നടത്തുന്നവരുടെ നട്ടല്ലൊടിക്കുന്ന പിണറായി സർക്കാരിന്റെ പോലീസ് ഇതുപോലുള്ള രാഷ്ട്രീയ പ്രതികാരത്തിൽ നടപടികൾ എടുക്കുന്നതിനോട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. അദ്ദേഹത്തോട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹാജരാവില്ലേ? അത് മാത്രമല്ല, കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയിരിക്കുകയാണ്. കോടതി എന്ത് തീരുമാനമെടുത്താലും നിയമവാഴ്ചയെ അംഗീകരിക്കുന്ന യൂത്ത് കോൺഗ്രസും എല്ലാം അത് പരിപൂർണമായി ഞങ്ങൾ അംഗീകരിക്കും. അതുകൊണ്ട് ഇത്തരം നടപടികൾ, പോലീസിന്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പിണറായി സർക്കാരിന്റെ ഈ ജനദ്രോഹ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ അടിച്ചമർത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫാസിസ്റ്റ് സമീപനമാണ് മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെയും ഈ പ്രവർത്തനങ്ങളിലൂടെ പുറത്തു വരുന്നത്. എങ്ങനെയാണ് UDF കോൺഗ്രസ് നേരിടാൻ പോകുന്നത്? ഞങ്ങൾ അക്രമം കൊണ്ടൊന്നും നേരിടുന്നവരാണ്. ഇത്തരത്തിലുള്ള അറസ്റ്റും അതുപോലുള്ള മർദ്ദനങ്ങളും കൊണ്ട് ഈ സർക്കാരിനെതിരായി കോൺഗ്രസോ ഒക്കെ നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ മനോവീര്യം തകർക്കാമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നതെങ്കിൽ എല്ലാവരും അവരുടെ മൗഢ്യം മാത്രമാണ്. മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല, കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം ഇതുപോലുള്ള എല്ലാ സമരങ്ങളിലൂടെ പോലീസ് മർദ്ദനങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളെയും രാഹുൽ മാങ്കൂട്ടത്തെ ഒന്നും ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ പോലീസും വരണ്ട, പിണറായിയും വരണം.